ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം നേരത്തെ ഉണ്ടായിരുന്ന UPA സർക്കാർ കേരളത്തോട് സ്വീകരിച്ച അതേ സമീപനം തന്നെയാണ് ഇപ്പോൾ BJP ഗവൺമെൻറ്റും കേരളത്തോട് സ്വീകരിക്കുന്നത് എന്നീ ബഡ്ജറ്റ് വ്യക്തമാക്കിയിരിക്കുകയാണ്. കേരളം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാൻ ബഡ്ജറ്റിൽ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായിട്ടില്ല. റബ്ബറിൻ്റെ വിലത്തകർച്ചയാണ് ഇന്ന് കേരളം നേരിടുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇതോടൊപ്പം നാളികേര മേഖലയിലുള്ള പ്രതിസന്ധി, ഈ റബ്ബർ വിലത്തകർച്ച നേരിടാൻ ഒരു പ്രത്യേകമായ പാക്കേജ് പ്രഖ്യാപിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായില്ല. ഇതിനുവേണ്ടി ഒരു വിലസ്ഥിരതാ ഫണ്ട് വേണമെന്നുള്ള കേരളത്തിൻ്റെ ആവശ്യവും കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചില്ല. ഇന്ന് ഇന്ത്യയിലെ കാർഷിക മേഖല പൊതുവിൽ തന്നെ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇതിനനുസരിച്ച് കൃഷിക്കാർക്ക് പലിശ ഇളവ് കൊടുക്കുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതിനുവേണ്ടി നീക്കിവെച്ച തുക 15,000 കോടി രൂപ മാത്രമാണ്. ദേശീയ തലത്തിൽ വളരെ അപര്യാപ്തമാണ് ഈ പലിശ ഇളവിന് വേണ്ടി നീക്കിവെച്ചിട്ടുള്ള തുക. കേരളത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് പ്രവാസികൾ. ധാരാളം പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ട്. ആ പ്രവാസികളെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി വേണം എന്ന കേരളത്തിൻ്റെ ആവശ്യം അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായില്ല. ബഡ്ജറ്റിൽ അതിന് യാതൊരുവിധ കാര്യവും നീക്കിവെച്ചിട്ടില്ല. റെയിൽവേ ബഡ്ജറ്റ് വന്നപ്പോൾ ഇതേ തരത്തിൽ കേരളത്തോട് അവഗണന കാണിച്ചു. കേരളത്തിൻ്റെ വടക്കാലത്ത് ആവശ്യമാണ് IIT അനുവദിക്കണമെന്നുള്ളത്. അതിനും ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനും സംബന്ധിച്ചൊരു തീരുമാനവും പ്രഖ്യാപിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമാകുന്നില്ല. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പുനരുദ്ധാരണ പദ്ധതി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യവും കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കൊച്ചിയിലെ FACT ഇന്ന് പ്രതിസന്ധിയിലാണ്. അതിനെ പുനരുദ്ധരിക്കാനുള്ള ഒരു പ്രത്യേകമായ പദ്ധതി പ്രഖ്യാപിക്കും എന്നെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത് സംബന്ധിച്ച് യാതൊരു തീരുമാനവും വന്നതായിട്ട് കാണുന്നില്ല. ഇതോടൊപ്പം പരോക്ഷ നികുതി 20,670 കോടി രൂപ പരോക്ഷ നികുതി ചുമത്തിയിരിക്കുകയാണ്. ഇത് വലിയ തോതിൽ വിലവർധനവ് സൃഷ്ടിക്കാനാണ് പോകുന്നത്. പാചകവാതക സബ്സിഡി പരിമിതപ്പെടുത്തും എന്നുള്ള സൂചന ധനകാര്യമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗത്തിലുണ്ട്. ഇത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നൊരു കാര്യമായിരിക്കും. UPA സർക്കാർ അധികാരത്തിലുണ്ടായിരുന്ന കാലത്ത് ആധാർ കാർഡ് കൊണ്ടുവന്നപ്പോൾ അതിനെ ശക്തമായി എതിർത്ത പാർട്ടിയായിരുന്നു BJP. ഇപ്പോൾ ആധാർ കാർഡ് വ്യാപകമാക്കുമെന്നും എല്ലാ ആനുകൂല്യങ്ങളുടെയും അടിസ്ഥാനം ആധാർ കാർഡായിരിക്കുമെന്നും ഇപ്പോഴത്തെ BJP സർക്കാർ നിലപാടെടുത്തിരിക്കുകയാണ്. ഇത് കോൺഗ്രസ് ഗവൺമെൻറ് എടുത്ത അതേ നിലപാട് തന്നെയാണ് BJPയും സ്വീകരിക്കുന്നതെന്നത് വ്യക്തമാക്കുന്നൊരു സമീപനമാണ്. കേന്ദ്രമന്ത്രി അവകാശപ്പെട്ടിരിക്കുന്നത് പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞു, 5.4% കുറഞ്ഞു എന്നാണ്. ഇത് യാഥാർത്ഥ്യവുമായി നിരക്കുന്നതേയല്ല. കേരളത്തിൽ തന്നെ വലിയ തോതിലുള്ള വിലവർധനവാണ് സമീപകാലത്ത് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഡൽഹിയിലാണെങ്കിൽ 50% മുതൽ 100% വരെ വില വർദ്ധിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പരിപ്പിൻ്റെ വില മാത്രം 1 കിലോ പരിപ്പിന് ഡൽഹിയിൽ 200 രൂപയായി. ഈ വസ്തുതകളൊന്നും കാണാതെ കേന്ദ്രമന്ത്രി പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞു എന്നുള്ള അവകാശവാദം
യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കുറേയധികം കാര്യം ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഇത്തവണ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിൻ്റെ വില അന്താരാഷ്ട്ര തലത്തിൽ ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് നേരത്തെ $110 ഉണ്ടായിരുന്നു, അതിപ്പോൾ $27 കുറഞ്ഞു. ഈ കുറവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പെട്രോളിനും ഡീസലിനും അതിനനുസരിച്ചുള്ള വില കുറച്ചിട്ടില്ല. അതിനനുസരിച്ച് വില കുറയാതിരിക്കാൻ എക്സൈസ് ഡ്യൂട്ടിയും മറ്റും വർദ്ധിപ്പിച്ച് കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ ഉണ്ടായിരുന്ന അതേ വില നിലനിർത്തുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫലമായി കേന്ദ്ര ഗവൺമെൻറ്റിന് വലിയ തോതിലുള്ള വരുമാനം ഈ വർഷം ലഭ്യമായിരുന്നു. അതിൻ്റെ നേട്ടം ജനങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു പദ്ധതിയും കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ഫലത്തിൽ കേരളത്തോട് കടുത്ത അവഗണനയും കേരളത്തിലെ ജനങ്ങൾക്ക് നിരാശപ്പെടുത്തുകയും ചെയ്ത ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേരളം ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് തോന്നുന്ന ഒരു പ്രഖ്യാപനവും കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിട്ടില്ല എന്നതാണ് ഇന്നത്തെ ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ കടുത്ത വിമർശനം ഉയർത്തേണ്ടതായിട്ടുണ്ട്. കേരളം ഒറ്റക്കെട്ടായി ഈ നിലപാടിനെതിരെ പ്രതിഷേധിക്കണം എന്ന അഭിപ്രായമാണ് പ്രകടിപ്പിക്കാനുള്ളത്. ഇതോടൊപ്പം മറ്റൊരു കാര്യം വിശദമാക്കാനുള്ളത്, CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കെതിരായിട്ടും CPI-യുടെ നേതാവ് D. രാജ, രാഹുൽ ഗാന്ധി തുടങ്ങിയവർക്കെതിരെ തെലങ്കാന ഗവൺമെൻറ് രാജ്യദ്രോഹ കുറ്റം ചുമത്തൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇത് അത്യന്തം പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. ഇതോടൊപ്പം സീതാറാം യെച്ചൂരിക്കെതിരെ തുടർച്ചയായിട്ടുള്ള വധഭീഷണി സംഘപരിവാർ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ വരെ വിളിച്ച് വധഭീഷണി മുടക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് RSSനെ എതിർക്കുന്നവരെയെല്ലാം, സംഘപരിവാറിനെ എതിർക്കുന്നവരെയെല്ലാം രാജ്യദ്രോഹികളായി മുദ്രകുത്തി കേസെടുക്കുന്ന സമീപനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ്. ഇത്തരം നിലപാടിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. രാജ്യദ്രോഹ കുറ്റം ചുമത്തി സംഘപരിവാറിനെതിരെ പൊരുതുന്ന ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരെ പോലും കേസിൽപ്പെടുത്താനുള്ള ഈ നീക്കം അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും. ഈ നടപടിയെ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. CPM ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ കേരള വ്യാപകമായി സംഘടിപ്പിക്കും. ഈ ബജറ്റിലെ അവഗണനയ്ക്കെതിരെ എന്തെങ്കിലും പ്രതിഷേധ പരിപാടികൾ പെട്ടെന്ന് തന്നെ ആസൂത്രണം ചെയ്തു. കേരള സർക്കാർ അതൊക്കെ തയ്യാറാകാൻ സാഹചര്യമില്ല. പ്രതിപക്ഷമെങ്കിലും അത്തരത്തിൽ പ്രതിഷേധവുമായി കേന്ദ്ര ഗവൺമെൻറ് നിലപാട് സംബന്ധിച്ച് ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് സംഘടിപ്പിക്കേണ്ടത് എന്ന് നാളെ ചേരുന്ന LDF-ൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇന്ന് കണ്ണൂർ എയർപോർട്ട് പണിതീരാതെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അവിടെ പ്രതിഷേധ പരിപാടി ഉണ്ടായിരുന്നു. കണ്ണൂർ വിമാനത്താവളം 4000 മീറ്റർ നീളത്തിലുള്ള റൺവേ നിർമ്മിക്കാനാണ് LDF ഗവൺമെൻറ് കാലത്ത് തീരുമാനമെടുത്തിരുന്നത്. ഇന്നിപ്പോൾ അവിടെ 2400 മീറ്റർ റൺവേ ഇവിടെ പ്രവൃത്തി മാത്രമാണ് പൂർത്തീകരിക്കാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത്. അത് തന്നെ 2400 മീറ്റർ റൺവേ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇതിപ്പോൾ ഒരു പരീക്ഷണ പറക്കൽ നടത്തിയെന്നാണ് ഇന്ന് അവകാശപ്പെടുന്നത്. പരീക്ഷണം നടത്തേണ്ടത് ഏത് രൂപത്തിലുള്ള സർവീസാണോ അവിടെ പോകുന്നത്, ആ സർവീസ് നടത്തുമ്പോൾ അവിടുന്ന് സർവീസ് ആരംഭിക്കുന്ന വിമാനത്തിന് സമാനമായൊരു വിമാനമാണ് അവിടെ ഇറക്കേണ്ടിയിരുന്നത്. ഇന്നവിടെ ഇറക്കിയിട്ടുള്ള പരീക്ഷണ പറക്കലിറക്കിയ വിമാനം 2 ടൺ ഭാരമുള്ള ഒരു വിമാനം മാത്രമാണ് ഇന്നവിടെ ഇറക്കിയിട്ടുള്ളത്. 7 പേർക്ക് സഞ്ചരിക്കാവുന്ന എയർഫോഴ്സിൻ്റെ ഒരു വിമാനമാണ്.
ആ വിമാനം ഏത് ഗ്രൗണ്ടിലും ഇറക്കാം. ഇന്ന് കണ്ണൂരിൽ ഇറങ്ങിയിട്ടുള്ള വിമാനം അതിന് പ്രത്യേക റൺവേയുടെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ 300 ടൺ ഭാരമുള്ള വിമാനം അതാണ് അവിടെ ഇറങ്ങി പരീക്ഷണം നടത്തേണ്ടിയിരുന്നത്. അത്തരമൊരു വിമാനത്തിൽ ഇറങ്ങാനുള്ള സൗകര്യം അവിടെ ആയിട്ടുണ്ടോ? എന്താണ് പരീക്ഷണം നടത്തേണ്ടത്? അത്രയും കൂടുതൽ ആളുകൾ, 300-ൽ പരം ആളുകൾ സഞ്ചരിക്കാൻ പറ്റുന്ന വിമാനം അവിടെ കൊണ്ടുവന്ന് ഇറക്കി പരീക്ഷ നടത്തുന്നതിന് പകരം ഈ 7 പേർക്ക് സഞ്ചരിക്കാവുന്നൊരു വിമാനം ഇറക്കി പരീക്ഷ നടത്തിയത് അതൊരു പരിഹാസ്യമായ അവസ്ഥയാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ കണ്ണൂരിൽ വിമാനം ഇറക്കി എന്ന് പറയാൻ വേണ്ടി ഒരു വിമാന പറക്കൽ നടത്തി ഒരു ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടി കോടിക്കണക്കിന് ഉറുപ്പികയാണ് ദൂർത്തടിച്ചിരിക്കുന്നത്. ആ വിമാനം അവിടെ ഇറക്കാൻ പണം, അതിനുവേണ്ടി ഹെലികോപ്റ്ററുകൾ വരാനുള്ള പണം, ഇതെല്ലാം ഇലക്ഷൻ പ്രചരണമാണ്. അതിനുവേണ്ടിയാണ് ഈ കോടിക്കണക്കിന് ഉറുപ്പിക കണ്ണൂരിൽ നിന്ന് ദൂർത്തടിച്ചത്. ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ആ കണ്ണൂർ വിമാനത്താവളം UDF സർക്കാരിൻ്റെ ഒരു സൃഷ്ടിയല്ല. ആ വിമാനത്താവളം 1996-ൽ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ആ വിമാനത്താവളം അവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അന്ന് ദേവഗൗഡ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. CM ഇബ്രാഹിം വ്യോമയാന മന്ത്രിയായിരുന്ന കാലത്ത് CM ഇബ്രാഹിമാണ് കണ്ണൂർ വിമാനത്താവളം പ്രഖ്യാപിച്ചത്. നായനാർ ഗവൺമെൻറ് പോകുന്നതിന് വരെ അവിടെ ലാൻഡ് അക്വിസിഷൻ നടപടി ആരംഭിച്ചു. നായനാർ ഗവൺമെൻറ് അധികാരത്തിൽ പോയപ്പോൾ പിന്നീട് AK ആൻ്റണി ഗവൺമെൻറ് അധികാരത്തിൽ പോകും. AK ആൻ്റണി ഗവൺമെൻറ് ആ ലാൻഡ് അക്വിസിഷൻ ആഫീസ് തന്നെ പൂട്ടിക്കളഞ്ഞു. 1 സെൻറ്റ് ഭൂമി പോലും UDF ഗവൺമെൻറ് കാലത്ത് 2001-2006 കാലത്ത് കണ്ണൂർ വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുത്തില്ല. പിന്നീട് 2006-ൽ VS ഗവൺമെൻറ് അധികാരത്തിൽ പോകും. ആ ഗവൺമെൻറ്റാണ് പിന്നീട് വിമാനത്താവളം നിർമ്മാണം പുനരാരംഭിക്കണം എന്ന് തീരുമാനമെടുത്ത് ലാൻഡ് അക്വിസിഷൻ നടപടികൾ ആരംഭിക്കുകയും 2000 ഏക്കർ ഭൂമി LDF ഗവൺമെൻറ് കാലത്താണ് ഈ വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിമാനത്താവളത്തിന് വേണ്ടിയുള്ള തറക്കല്ലിടലും നിർമ്മാണ പ്രവർത്തനവും ആരംഭിച്ചത് LDF ഗവൺമെൻറ് കാലത്താണ്. അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന പ്രഫുൽ പട്ടേലാണ് VSൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ച് അതിന് തറക്കല്ലിടൽ നിർവഹിച്ചത്. LDF ഗവൺമെൻറ് കാലത്ത് തുടങ്ങിയിട്ടുള്ള പ്രവർത്തനം പിന്നീട് UDF ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോയി. നേരത്തെ ആ വിമാനത്താവളം വേണ്ടെന്ന് വെച്ച UDF സർക്കാരിൻ്റെ തീരുമാനം റദ്ദാക്കി കണ്ണൂരിൽ വിമാനത്താവളം വേണം എന്ന് തീരുമാനിച്ചത് കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്താണ്. അത് 4000 മീറ്റർ വീതിയിലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം റൺവേ വേണമെന്നുള്ള ആ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ ബാംഗ്ലൂരിലുള്ളതുപോലുള്ള ഒരു ടേബിൾ ടോപ്പ് വിമാനത്താവളമാക്കി അതിനെ മാറ്റുകയാണ് ഇപ്പോൾ UDF ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. ഈ നടപടി അത്യന്തം പ്രതിഷേധാർഹമാണ്. ഇതൊരു പ്രഹസനമാണ് നടത്തിയത്. അവിടെ സർവീസ് ആരംഭിക്കാൻ ഇനിയും ഒരു വർഷത്തോളം എടുക്കുമെന്നാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. 1 വർഷം കഴിഞ്ഞ് ആരംഭിക്കുന്ന സർവീസ് നടത്തുന്നൊരു കാര്യം ഇന്നിപ്പോൾ ഇങ്ങനെയൊരു നടത്തേണ്ടെന്ന് ആവശ്യം എന്തായിരുന്നു? ഇതിപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഇലക്ഷൻ പ്രമാണിച്ച് നടത്തുന്ന പരിപാടികളായിട്ട് മാത്രമേ ഇന്ന് ആ പരിപാടിയെ ജനങ്ങൾ കാണുന്നുള്ളൂ. കേരളത്തിൽ നമുക്ക് 1 കിലോമീറ്റർ പോലും നടക്കുന്നത് കഴിഞ്ഞ ഈ സമയം നമുക്ക് കിട്ടിയിട്ടില്ല. ലാൻഡ് അക്വിസിഷൻ ഒന്നുമായിട്ട് എന്താണ് LDF ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഒരു LDF സർക്കാർ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഈ പ്രശ്നങ്ങളൊന്നും ഏറ്റവും കൂടുതൽ പണം ആരംഭിച്ചിരിക്കുന്നതും ലാൻഡ് അക്വിസിഷൻ നിർമ്മാണങ്ങൾ തന്നെയാണ്. ഇതിങ്ങനെ കഴിഞ്ഞ വർഷത്തിലേക്ക് കേരളത്തിൽ വന്ന പദ്ധതി നിങ്ങൾ എത്ര പണം ചോദിച്ചാലും കോമ്പൻസേഷൻ ആയിക്കോട്ടെ കേന്ദ്ര സർക്കാർ തയ്യാറാണ് ലാൻഡ് ഏറ്റെടുക്കണം എന്നുള്ളതാണ്. നമ്മൾ ഈ വലിയ ദേശീയ പ്രോജക്റ്റുകളുടെ ഒന്നും ചിത്രത്തിൽ കേരളമില്ലാത്തൊരവസ്ഥയാണ്. എന്ത് ചെയ്യണം? കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിന് ഒരു ഗതാഗത കുരുക്കില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കുന്ന റോഡില്ല എന്നുള്ളതാണ്. അതിന് ദേശീയപാത ഏറ്റവും
പരിതാപകരമായ അവസ്ഥ തുടരുന്നത് കേരളത്തിലാണ്. ഇതിൽ മാറ്റം വരുത്തണമെങ്കിൽ ഇതിനാവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കണം. ഇപ്പോൾ നിങ്ങൾ കൊച്ചിയിലൊക്കെ പോകുമ്പോൾ കുറച്ചൊരു വീതിയുള്ള റോഡ് ഈ ചേർത്തല വരെ വന്നതായിട്ട് കാണാം. എന്നാൽ കോഴിക്കോട് ജില്ല വിട്ടാൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലയിൽ ഒരു ദേശീയപാതയേ ഇല്ല എന്ന സ്ഥിതിയാണുള്ളത്. ഇതിൽ മാറ്റം വരുത്തണമെങ്കിൽ ഇതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കണം. ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ എടുക്കുന്ന സമീപനം അത് തുടർന്നാൽ ഭൂമി ഏറ്റെടുക്കൽ വിജയിപ്പിക്കാൻ കഴിയില്ല. അതിന് സ്ഥല ഉടമസ്ഥന്മാർക്ക് അർഹമായിട്ടുള്ള ആശ്വാസ നടപടി പ്രഖ്യാപിക്കണം. ഇപ്പോഴത്തെ ലാൻഡ് അക്വസിഷൻ പ്രകാരം കൊടുക്കേണ്ടുന്ന ആനുകൂല്യം മാത്രം കൊടുത്താൽ ആളുകൾ ഭൂമി വിട്ടുതരില്ല. അതിന് ചെയ്യേണ്ടത് കൊച്ചി മെട്രോവിൻ്റെ കാര്യത്തിൽ, ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള മാതൃക ഈ റോഡ് നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചാൽ ഭൂമി കിട്ടും. ആ സ്ഥല ഉടമസ്ഥന്മാരുടെമായി ചർച്ച ചെയ്ത് ഭൂമി ഏറ്റെടുത്ത് ഈ പാത, 4 വരി പാത കേരളത്തിലുടനീളം പൂർത്തീകരിക്കാൻ ഈ നാഷണൽ ഹൈവേയുടെ ഫണ്ട് കേരളത്തിൽ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തണം. അതിന് നമുക്ക് കഴിയുന്നില്ല. LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സ്ഥല ഉടമസ്ഥന്മാരിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കാനുള്ള ഒരു പ്രത്യേകമായ പാക്കേജ് പ്രഖ്യാപിക്കും. കണ്ണൂർ വിമാനത്താവളത്തിനും ഇതായിരുന്നു ആദ്യം ഭൂമി ഏറ്റെടുക്കുന്നതിൽ പ്രയാസമുണ്ടായത്. ആൾ ഭൂമി തരാൻ തയ്യാറായില്ല. LDF ഗവൺമെൻറ് വന്നപ്പോൾ ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചു. ആ പാക്കേജ് പ്രഖ്യാപിച്ചപ്പോഴാണ് ആളുകൾ ഭൂമി നൽകിയത്. പൈസ കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വന്നു. നിങ്ങൾ പൈസ കൊടുക്കുന്നത് നോക്കി നിന്നാൽ കേരളത്തിൽ സ്ഥലം കിട്ടാൻ പോകുന്നില്ല. ഈ അനുഭവം മുൻനിർത്തിക്കൊണ്ട് ആദ്യ പരിഗണന ഈ റോഡ് നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ തന്നെ LDF കൊടുക്കും. ഈ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ദിവസങ്ങളുണ്ടാവുന്നതാണ്. പൊതുവിലുള്ള UDF-നെതിരായ വികാരം എത്രമാത്രം തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ CPI-എമ്മിനും LDF-നും പറയുന്നുണ്ട്? അങ്ങനെയാണ് ഒരു പ്രാഥമിക വിലയിരുത്തൽ. ഇത്തവണ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ കേരളത്തിലുടനീളം പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ അത് പ്രകടമായിരുന്നു. 87 അസംബ്ലി മണ്ഡലങ്ങളിൽ തദ്ദേശ ഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നോക്കുമ്പോൾ LDF ഒന്നാം സ്ഥാനത്താണ്. പല സർവേകളും വ്യക്തമാക്കുന്നത് LDF-ന് അനുകൂലമായി സ്ഥിതിഗതികൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ്. അത് ശക്തിപ്പെടുന്ന വിധത്തിലുള്ള നിലപാടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇതിൻ്റെ എല്ലാം ഫലമായി UDF-ന് ഭാവിയില്ല എന്ന് കണ്ടതോടെ UDF-നകത്ത് ശിഥിലീകരണം ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് UDF-ൻ്റെ വിവിധ ഘടകകക്ഷികളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്യമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഭിന്നാഭിപ്രായവും ഇതിൻ്റെ തെളിവാണ്. വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള നടപടികൾ ശക്തിപ്പെടാനാണ് പോകുന്നത്. UDF കൂടുതൽ ഒറ്റപ്പെടുന്ന സ്ഥിതിവിശേഷം വരും ദിവസങ്ങളിൽ കേരളത്തിലുണ്ടാകും. LDF-മായി ഇതുവരെ ആരും ചർച്ച നടത്തിയിട്ടില്ല. പക്ഷേ BJP നേതൃത്വത്തിലുള്ള മുന്നണിക്കെതിരായും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിക്കെതിരായും നിലപാട് സ്വീകരിച്ച് പുറത്തു വരുന്നവരെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കും. അത്തരത്തിലുള്ള വ്യക്തികളെയും ഗ്രൂപ്പുകളെയും പ്രോത്സാഹിപ്പിക്കും. ജോസഫ് ഗ്രൂപ്പിലെ വിഭാഗം വളരെ ശക്തമായിട്ട് UDF-നെതിരെ പ്രത്യേകിച്ചും അഴിമതിയുടെ കാര്യം അന്വേഷിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് എത്തുക എന്ന് പോലും പറയുന്ന രീതിയിലേക്ക് ചില നിലപാടെടുത്തിട്ടുണ്ട്. അത്തരം ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ച് LDF സീറ്റ് നൽകും. എങ്ങനെയാണ്? കേരള കോൺഗ്രസിനകത്ത് ഒരു വിഭാഗം പരസ്യമായി ചില അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. അതൊരു വ്യക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് പുറത്തു വന്നാൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഇടതുപക്ഷ മുന്നണി തയ്യാറാവും. അത് ഇടതുപക്ഷ മുന്നണി ആലോചിച്ച് തീരുമാനിക്കും. ഇപ്പോൾ അത് സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടതൊരു ഘട്ടമായിട്ടില്ല. അവർ അങ്ങനെ ഒരു നിലപാടെടുത്ത് പുറത്തു വരട്ടെ. അത് അവരാരെങ്കിലും ചർച്ച ചെയ്താലല്ലേ സീറ്റിൻ്റെ പ്രശ്നം വരുന്നുള്ളൂ. ഇപ്പോൾ ആരും ചർച്ചയ്ക്ക് തന്നെ വരാതെ സീറ്റിൻ്റെ പ്രശ്നം എങ്ങനെയാണ് തീരുമാനിക്കാൻ സാധിക്കുക? അല്ല, അവർ വിട്ടു വന്നാൽ അവരുമായിട്ട് ചർച്ച ചെയ്യും. ചർച്ച ചെയ്തിട്ട് എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും. അത് LDF-ഉം കൂടി ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കും.
തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചക്ക് സമയമായിട്ടില്ല. ആദ്യം ഇടതുപക്ഷ മുന്നണി ഏതെല്ലാം സീറ്റിലാണ് മത്സരിക്കേണ്ടത് എന്ന് തീരുമാനം കൊടുക്കണം. അതിൽ CPM മത്സരിക്കുന്ന സീറ്റുകൾ ഏതൊക്കെയാണ്, മറ്റ് പാർട്ടികൾ മത്സരിക്കുന്ന സീറ്റുകൾ ഏതാണ്, അതിനെപ്പറ്റി തീരുമാനമായതിന് ശേഷമായിരിക്കും CPMൻ്റെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത്. വിഭാഗീയമായ പ്രശ്നങ്ങളൊന്നും ഇന്ന് പാർട്ടിക്കകത്തില്ല. പ്രാദേശികമായി ചില സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരെങ്കിലും സ്വീകരിച്ചാൽ അത്തരം കേസുകൾ എല്ലാ കാലത്തും പാർട്ടി സംഘടനാപരമായ നടപടിക്ക് വിധേയമാക്കാറുണ്ട്. അത് സംബന്ധിച്ചൊരു പ്രാദേശിക പ്രശ്നം മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. മറ്റെവിടെയും അത്തരം പ്രശ്നങ്ങളില്ല. അത് അവിടെ തന്നെ ചർച്ച ചെയ്തതിന് പരിഹാരം കാണും. ഏതിൻ്റെ അല്ല, അത് അങ്ങനെ ഒരു പാർട്ടി ഇപ്പോൾ ഉണ്ടോ? BDJS എന്ന് പറയുന്ന പാർട്ടി വലിയ കൊട്ടും കുരവയുമായിട്ടാണ് അവർ വന്നത്. മുഖ്യമന്ത്രി സ്ഥാനം വരെ ഒരു ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരെ ഒരു പ്രഖ്യാപനം നിങ്ങൾ ചില മാധ്യമങ്ങൾ തന്നെയാണ് നടത്തിയത്. അവസാനം അച്ഛൻ ഒരു ഭാഗത്തും മകൻ വേറൊരു ഭാഗത്തുമായി. അച്ഛൻ BJPക്ക് എതിരായിട്ടും മകൻ BJPക്ക് അനുകൂലമായിട്ടും സംസാരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് ആ BDJS ഇപ്പോൾ തന്നെ ചാപിള്ളായി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ BDJSൻ്റെ നേതാവ് അല്ലാതെ അതിൻ്റെ രക്ഷാധികാരിയായി നടക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ആദ്യം BJPക്ക് അനുകൂലമായ പരസ്യമായ നിലപാടെടുത്ത ആളാണ്. അതിനുവേണ്ടി അദ്ദേഹം ജാഥ നടത്തി, എല്ലാവരെയും പോയി കണ്ടു. ഇപ്പം അദ്ദേഹം നേരെ മറുകണ്ഠം ചാടി ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായ നിലപാടെടുത്തിരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടിക്ക് സർട്ടിഫിക്കറ്റ്, വെള്ളാപ്പള്ളി നടേശൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. ആ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ഉമ്മൻചാണ്ടിക്ക് ഇത്തവണ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്ന സർട്ടിഫിക്കറ്റ്. ഈ കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയാണെന്ന് ഇപ്പം പറയുന്ന ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ശങ്കർ പ്രതിമ അനാച്ഛാദനം കൊല്ലത്ത് നടന്നപ്പോൾ പറഞ്ഞെന്താ, അദ്ദേഹത്തെ ഈ പരിപാടിക്ക് പോലും ക്ഷണിക്കാൻ പാടില്ല, ഉമ്മൻചാണ്ടിയെ ഞാൻ പരിപാടിക്ക് പോലും ക്ഷണിക്കില്ല എന്ന് നിലപാട് സ്വീകരിച്ച വെള്ളാപ്പള്ളി ഇപ്പോൾ ഈ നിലപാട് മാറ്റത്തിന് കാരണം എന്താ? ഇത് RSS ആസൂത്രണം ചെയ്തൊരു വിദ്യയാണ്. RSSും വെള്ളാപ്പള്ളി നടേശനുമായുള്ള ഇപ്പോഴും ബന്ധമുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ UDFും BJPയുമായിട്ടൊരു അവിശുദ്ധ കൂട്ടുകെട്ടിന് വേണ്ടി ഇടനിലക്കാരനായിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തവണ പ്രവർത്തിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി രംഗസജ്ജീകരണം ഒരുക്കാനാണ്. ഒരു ഭാഗത്ത് ഇദ്ദേഹത്തെ ഉമ്മൻചാണ്ടിയെ വാഴ്ത്തും, വേറൊരു ഭാഗത്ത് രാജഗോപാലനുമായി സന്ധി സംഭാഷണം നടത്തും. ഇതാണിപ്പോൾ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്. പക്ഷെ ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയുമില്ല. ഇത്തരത്തിലുള്ള ഇവരെല്ലാം സ്വീകരിക്കുന്ന നിലപാടുകൾ കേരളത്തിൽ ഞങ്ങൾക്കറിയാം. അതിനെയൊക്കെ നേരിട്ട് കൊണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിൽ VSന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കുറേ ഊഹാപോഹങ്ങളും കുറേ കഥകളും വരുന്നു. എന്താണ് വസ്തുത? VS ഇത്തവണ മത്സരിക്കും എന്നുള്ളത് പാർട്ടി നിശ്ചയിച്ചില്ല, സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്തകൾ പോകുന്നത്. VSും പിണറായി രണ്ടുപേരും മത്സരങ്ങൾ എന്താ പറയുക? ഇത് പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ പറ്റി ചർച്ച ചെയ്തിട്ടില്ല. പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളിൽ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്നുള്ള തീരുമാനമെടുക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഓരോ പാർട്ടി നേതാവും എവിടെയൊക്കെയാണ് മത്സരിക്കേണ്ടത്, ആരൊക്കെ മത്സരിക്കണം എന്ന തീരുമാനം പാർട്ടി എടുക്കാൻ പോകുന്നത്. സഖാവ് VSനും പിണറായിക്കും മത്സരിക്കുന്നതിനുള്ള അയോഗ്യതകളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഈ നേതാക്കന്മാരെ എല്ലാം ഇലക്ഷൻ്റെ ഭാഗമായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അതിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാവണം, സ്ഥാനാർത്ഥിയായിട്ട് എങ്ങനെയാണ് പാർട്ടി പ്രവർത്തനത്തിൽ പങ്കെടുക്കേണ്ടത്, സ്ഥാനാർത്ഥിയാകാതെ മാറിയതുകൊണ്ട് ആരൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കാകെ ഒരു സ്ഥാനാർത്ഥിനെക്കുറിച്ചേ അറിയേണ്ടതുള്ളൂ. ഞങ്ങൾക്ക് 140 സ്ഥാനാർത്ഥികളെ കേരളത്തിൽ തീരുമാനിക്കണം. ആ 140 സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമാകും. ഇപ്പോഴേ ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല. സിന്ധു സുനിൽകുമാറിനെ ഭീഷണിപ്പെടുത്തിയതിൽ RSS ബന്ധമുള്ള ചിലരെ അറസ്റ്റ് ചെയ്തു.
ഇത് ഒരു പുതിയ ഒരു സംഭവമാണ് കേരളത്തിൽ. ടെലിവിഷൻ ചാനലിലെ ചർച്ചയിൽ പറഞ്ഞ ഒരു പരാമർശത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ആണ് സിന്ധു സൂര്യകുമാറിനെതിരെ തുടർച്ചയായിട്ടുള്ള ഭീഷണി മുഴക്കിയിരിക്കുന്നത്. നൂറുകണക്കിന് കോളുകളാണ് സിന്ധു സൂര്യകുമാറിൻ്റെ ഫോണിലേക്ക് വന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് വിദേശത്ത് നിന്ന് കുറേ കോളുകൾ, നമ്മുടെ നാട്ടിൽ നിന്നുള്ള കോളുകൾ, ഇതെല്ലാം തന്നെ സംഘപരിവാർ ഉദ്ദേശിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തിക്കാൻ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തക അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചാൽ ഉടനെ അവരെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുക എന്നുള്ള തന്ത്രമാണ്. ഇത് ഏത് പ്രശ്നത്തിലും അവർ സ്വീകരിക്കുന്നൊരു നിലപാടാണ്. ഡൽഹിയിൽ മാധ്യമപ്രവർത്തകന്മാരോട് സ്വീകരിച്ച സമീപനം ഇതാണ്. ഡൽഹി കോടതിക്കകത്ത് കയറി നടത്തിയ ആക്രമണം ഇതിൻ്റെ ഭാഗമാണ്. ഇവിടെ അസഹിഷ്ണുത ഏത് രൂപത്തിലാണ് എന്ന് മാധ്യമപ്രവർത്തകന്മാർക്ക് മനസ്സിലാകാത്ത ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഈ സിന്ധു സൂര്യകുമാറിൻ്റെ നടപടിയോടുകൂടി മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീരാമസേനയിൽപ്പെട്ട ആളുകളാണ് കൂടുതലും. സാങ്കേതികമായി പരിവാർ സംഘടനയുമായി ബന്ധമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കൈയെടുക്കാം. ഇതൊരു തന്ത്രമായിട്ട് കരുതുന്നുണ്ടോ അവരുടെ അജണ്ടകൾ നടപ്പാക്കാനുള്ള? അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ സംഘപരിവാർ എന്ന് പറഞ്ഞത്. RSS എന്നല്ല ഞാൻ പറഞ്ഞത്. സംഘപരിവാർ എന്ന് പറയുന്നത് ശ്രീരാമസേനയിൽ ഈ പരിവാറിൽപ്പെട്ടതാണ്. ഒരു സ്ഥലത്ത് ശ്രീരാമസേന എന്ന് പറയും. ഡൽഹിയിൽ നമ്മളെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് പോയിട്ട് പറഞ്ഞവരെന്താണെന്ന് അറിയാം, ആം ആദ്മി സേന എന്നാണ്. ഇപ്പോൾ പെട്ടെന്ന് കേട്ടാൽ എന്ത് വിചാരിക്കും, ആം ആദ്മി പാർട്ടിക്കാരാണെന്ന് വിചാരിക്കും. അതും ഇവർ തന്നെയാണ്, സംഘപരിവാറിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ പല സേനകളും അവർക്കുണ്ട്. ആ സേനകളുടെ ഭാഗത്തുപ്പെട്ട ഒരു സേനയാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ സംഭവങ്ങൾ പുറത്തു വന്നപ്പോൾ വ്യക്തമാകുന്നത്. ശക്തമായുള്ള പ്രതിഷേധം ഇതിനെതിരായിട്ട് ഉയർന്നു വരണം. മാധ്യമ ലോകം ഇതിനെതിരായിട്ട് പ്രതിഷേധിക്കണം. ജനാധിപത്യ വിശ്വാസികൾ ഇതിനെതിരായിട്ട് പ്രതിഷേധിക്കണം. അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ശരി, ഒരു ഇൻ്റർവ്യൂ. കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കേരളത്തിന് നിരാശാജനകമായ ബഡ്ജറ്റാണ് കേന്ദ്ര സർക്കാർ സമ്മാനിച്ചിരിക്കുന്നത്. ഇതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വരണം. RSSനെ എതിർക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് സംഘപരിവാർ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും കോടിയേരി പറയുകയുണ്ടായി.